ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും നമ്മൾ ഒരു തീറ്റ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടായി ആവി പറക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ മട്ടൻ കൈമ ബോൾസ് ആണ്, അഥവാ കന്നഡയിൽ പറയുകയാണെങ്കിൽ മട്ടൻ കൈമ ഉണ്ടേ സാറു. അതായത് ഇത് ബോൾ പോലെ ഉണ്ടായിട്ടിരിക്കുന്നത് കാരണം ഉണ്ടേന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഉണ്ടാന്ന് പറയും. സാറു എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാറ് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അതായത് മട്ടൻ കൈമ ഉണ്ട ചാറ്, അത്രയേ ഉള്ളൂ സംഭവം. അത്രയും എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ജോലിക്ക് സഹായിക്കാൻ വരുന്ന കന്നഡ ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. കന്നഡക്കാർ പൊതുവേ ഇങ്ങനെ മട്ടൻ കൈമാസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. നമ്മൾ മട്ടൻ പീസസ് വെച്ചിട്ടുള്ള കളിയാണ് ഇവിടെ മെയിനായിട്ട്. ഇങ്ങനെ മട്ടനെ അരച്ചെടുത്തിട്ട് കൈമാ തര ഉണ്ടാക്കിയിട്ട് പല ഡിഷസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മറ്റേ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇത് വളരെ കോമൺ ആണ് എല്ലാ കർണാടക വീട്ടിലും. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു 1/4 കിലോ മട്ടൻ കൈമ വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കൊരു 22 ബോൾസ് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ ഒരു 5-6 പേര് നോൺ വെജ് കഴിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു 22 ഉണ്ട ധാരാളം മതിയാവും. ചിലപ്പോൾ ബാക്കിയും വരും, 3-4 ഉണ്ട. അപ്പം നമുക്ക് എന്താ ഗൈസ്, പണവും ലാഭിക്കുക, എന്നാൽ നോൺ വെജ് കഴിച്ചൊരു ഫീലും കിട്ടും. കർണാടകക്കാരുടെ ബുദ്ധി വിമാനം തന്നെ കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എപ്പോഴും മട്ടൻ കറി, ചിക്കൻ കറി, മീൻ കറി അങ്ങനെയാണല്ലോ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഒരു 5-6 പേരുള്ള നോൺ വെജ് കഴിക്കുന്ന വീട്ടിൽ 1 കിലോ മട്ടൻ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ലപോലെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയും 2 കിലോ മട്ടൻ വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇപ്പം മട്ടൻ്റെ കിലോ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ 600-650 അങ്ങനെ 2 റേഞ്ചിൽ കിട്ടാറുണ്ട്. നമുക്ക് ചെമ്മരിയാടും കിട്ടാറുണ്ട്, കോലാടും, അതായത് ഗോട്ട് ആൻഡ് ഷീപ്പ് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കോലാടാണ് കഴിക്കാറ്, ചെമ്മരിയാട് കഴിക്കാറില്ല. അതായത് ഷീപ്പിന് കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഗൈസ്. ഞാൻ എപ്പോഴും ഫുഡിനെ കുറിച്ച് ഫോക്കസ് ചെയ്ത് സംസാരിക്കണം എന്നാണ് വിചാരിക്കാറ്. പക്ഷെ നമ്മൾ കഥ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മട്ടനെ കുറിച്ചും, മട്ടൻ്റെ അച്ഛനെ കുറിച്ചും, മട്ടൻ്റെ റേറ്റിനെ കുറിച്ചും, ക്വാളിറ്റിയെ കുറിച്ചും എല്ലാം സംസാരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഫുഡിനെ കുറിച്ച് ഇനി നമുക്ക് പറയാം. ചേച്ചി ഉണ്ടാക്കി തന്നത് മട്ടൻ കൈമ ബോളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ തന്നെ ചേച്ചി ഒരു മുട്ട ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മുട്ട ജസ്റ്റ് ഉടച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എന്തോ ഒഴിക്കുകയാണ്, ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റി കറിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ ഉള്ളി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരച്ച് ചേർക്കാറാണ്, കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഉണ്ടയ്ക്കും ചേച്ചി ഓൾറെഡി കുറച്ച് പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് മുട്ടയും ചേർത്തിട്ട് ഇതിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കറി തിളച്ച് വരുമ്പോൾ അതിൽ ഉണ്ടിട്ടിട്ട് വേവിക്കാറാണ് ചെയ്യാറ്. ഞാൻ ഈ പറഞ്ഞു വന്നത് കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിരിക്കാം. പക്ഷെ കാര്യം വളരെ സിമ്പിൾ ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പാപ്പ ഒരു 100 പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ അങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുമ്പം ഇവനൊരു 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ വീഡിയോൻ്റെ ബാക്കിൽ കൂടെ. എന്നിട്ട് അവൻ പറയും, ഞാൻ വീഡിയോയിൽ പെടാൻ പാടില്ല, അഞ്ചു എന്നെ വീഡിയോയിൽ ഇട്ട് പോകരുതെന്ന്. ഇത് എവിടുത്തെ ന്യായമാണ് ഗൈസ്, നിങ്ങൾ എന്നെ പറയൂ, എനിക്ക് നീതി കിട്ടണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഫുഡ് അടിപൊളിയായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാ ചാ.